പിണറായി വിജയൻ മാർപ്പാപ്പയെ കാണാൻ പോവുകയാണ്. മുമ്പൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പോയി കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇ കെ നായനാരാണ്. ഇ കെ നായനാർ ഇവിടെ നിന്ന് ഭഗവത്ഗീതയൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും പിണറായിയുടെ ഈ സന്ദർശന ലക്ഷ്യം? അതെനിക്ക് തോന്നുന്നത് പിണറായി പെരുന്നേലൊരു പോപ്പുണ്ട്. അതെ, ആ പോപ്പിനെ കൂടെ കൂട്ടാനായിട്ട് ഒരു ചെറിയ ശ്രമം അടുത്ത കാലത്ത് നടത്തിയല്ലോ. കൂടെ ആണോ എന്നൊക്കെ അറിയത്തില്ല. എന്തായാലും ആ പോപ്പിനെ വരട്ടിയാണെങ്കിലും വരട്ടിയല്ലെങ്കിലും ആരെങ്കിലും പറഞ്ഞു വിട്ടാണെങ്കിലും ഒക്കെ കൂടെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടാവണം. അത് കഴിഞ്ഞപ്പോൾ ഒരു ആവേശം കയറിയിരിക്കുകയാണ്. റോമിൽ ചെന്ന് യഥാർത്ഥ പോപ്പിനെ ഒന്ന് കണ്ടാലോ എന്ന്. അതിൽ നമുക്കൊരു കുറ്റം പറയാനില്ല. പണ്ട് സഖാവ് നയനാർ പോയതാണ്, അങ്ങ് പറഞ്ഞതുപോലെ ഭഗവത്ഗീത കൊടുക്കുകയും ചെയ്തതാണ്. ആ പോയതിലും വന്നതിലൊന്നും നമുക്കാർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. അവിടെ ദൈവമില്ല, മതമില്ല എന്നൊക്കെ പറഞ്ഞ് ഭൗതിക ചിന്തയും വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും ഒക്കെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി സ്വീകരിച്ച ഒരു മുഖ്യമന്ത്രിക്ക് ലജ്ജ തോന്നണ്ടേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്? അതായത് പൗരോഹിത്യത്തിൻ്റെ, ലോകത്തെ ഭരിക്കുന്ന ഒരു പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ആ തലത്തിലേക്ക് ചെന്ന് മുട്ടേൽ നിന്ന് കൈമുട്ടുന്നതിന് പിണറായി വിജയന് അത് ചെയ്യുന്നത് മറ്റാരെങ്കിലും ആണെങ്കിൽ, ഒരു ദൈവവിശ്വാസിയായ ആളാണെങ്കിൽ എനിക്കൊരു പരാതിയില്ല. പിണറായി വിജയനെ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് പറയാൻ പറ്റില്ല. അവജ്ഞയാണോ, പരിഹാസമാണോ? എന്തായാലും ഈ ലെവലിലേക്ക് പോകരുതായിരുന്നു. അതുമല്ലെങ്കിൽ പോവുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഇനി അതല്ല, സകാരാത്മകമായി നല്ല അർത്ഥത്തിൽ പോവുകയാണെങ്കിൽ റോം വരെയുള്ള ദൂരമില്ലല്ലോ. ഇവിടുന്ന് കരുനാഗപ്പള്ളി വള്ളിക്കാവ് വരെ ഒന്ന് ആ അമൃതാനന്ദമായി ഒന്ന് കണ്ടിട്ട് പോട്ടെ. എന്താ അങ്ങോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? സെലക്റ്റീവ് ആകരുത്. പ്രീണനത്തിനും വർഗീയതയോടൊപ്പം നിൽക്കുന്നതിനും പരിധി വേണം, പരിമിതി വേണം. കേരളത്തിലെ ക്രൈസ്തവരെ സ്വാധീനിക്കൂ. ക്രൈസ്തവർ അത്ര മണ്ടന്മാരല്ല. ലോകത്തിന്റെ കമ്മ്യൂണിസ്റ്റ് സമൂഹം, ലോകത്തിന്റെ ക്രിസ്തീയ സമൂഹം ഭാരതത്തെ പോലും ഒരു ഘട്ടത്തിൽ എതിർത്തത്, ഭാരതത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ പോലും എതിർത്തത് നിങ്ങൾ കമ്മ്യൂണിസത്തെ എതിർക്കുന്നതിന് വേണ്ടത്ര കരുത്ത് കാണിക്കുന്നുള്ളതാണ്. അത് ലോകത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ചിന്ത അതാണ്. തലയ്ക്കകത്ത് ആൾസഞ്ചാരമുള്ള ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ നെടുനായകത്വം വഹിക്കുന്നവർക്കും അത് തന്നെയാണ് ചിന്ത. സോവിയറ്റ് യൂണിയൻ പോലും ഇസ്ലാമിനെ ചതിച്ചവരാണ്. ആ ചതിക്കുന്ന, അതായത് ഖിലാഫത്തിന്റെ പേരിൽ ഇസ്ലാമിനെ ചതിക്കുന്നതിന് ഇംഗ്ലീഷ് സാമ്രാജ്യത്തിനടുത്തു നിന്ന് ഒരു എഗ്രിമെന്റ് നടത്തി 1920. ഖിലാഫത്തിന് കാലുവാരിയ ചരിത്രം മുസ്ലിം രാഷ്ട്രീയക്കാർക്ക് അറിയാത്തതല്ല. അങ്ങനെ കാലുവാരുന്നതിന് കണക്ക് പറഞ്ഞ് കാശ് മേടിച്ച കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നത് ആംഗ്ലോ ക്രിസ്ത്യൻ സമൂഹത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും അറിയാമായിരുന്നു. ആ ചരിത്രമൊക്കെ ആർക്കും അറിയാതിരിക്കില്ല. പക്ഷെ ഇപ്പം ചില ചർച്ചകളോ വിട്ടുവീഴ്ചകളോ സംസാരമൊക്കെ നടക്കുന്നതിനകത്ത് ഒരു ഘടകം ഉണ്ടാവാം. അത് ഭാരതത്തെ എതിർക്കുന്നതിന് വേണ്ടി തന്നെ പറയാം. ഭാരതത്തിന്റെ ദേശീയ താല്പര്യങ്ങളെ എതിർക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ ക്രിസ്ത്യൻ വർഗീയതയും ഇസ്ലാമിക വർഗീയതയും കമ്മ്യൂണിസ്റ്റ് വർഗീയത എന്ന് തന്നെ പറയാം. മൂന്നും കൂടി ഒന്നിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും ഇവിടെ. അങ്ങനെ ഒന്നിച്ച് നിന്നാലും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ലെങ്കിലും, കാരണം ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇനി എന്തെങ്കിലും അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞാൽ പോലും ഒന്നിക്കുന്നതിൻ്റെ അടുത്ത ദിവസം പരസ്പരം അടി തുടങ്ങും. ഈ അടി നമ്മൾ കണ്ടത് UPA സർക്കാർ കാലത്താണ്. വാജ്പേയിയെ താഴെ ഇറക്കാൻ വേണ്ടി ചൈനയുടെ സഹായം, പാകിസ്ഥാന്റെ സഹായം, ഇസ്ലാമിക വർഗീയവാദികളുടെ സഹായം, ക്രൈസ്തവ മതപരിവർത്തന ശക്തികളുടെ സഹായം, ഇതെല്ലാം കൂടെ വാങ്ങിച്ചിട്ടാണ്
അന്ന് UPA ഗവൺമെൻറ് വന്നത്. എന്നിട്ടും സംശയമുള്ളതുകൊണ്ട് അമേരിക്ക ബുദ്ധിപൂർവ്വം കളിച്ചു. പഴയ സോവിയറ്റ് KGB ബന്ധം സംശയിക്കപ്പെട്ട സോണിയയെ പ്രധാനമന്ത്രിയാക്കാൻ സമ്മതിച്ചില്ല. വേൾഡ് ബാങ്കിലും IMF-ലും ഒക്കെ ഇരുന്ന കാലത്ത് തങ്ങളോട് പരമാവധി വിധേയത്വമുണ്ടെന്ന് ഉറപ്പായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്നതിനെ അമേരിക്ക സമ്മതിച്ചുള്ളൂ. അങ്ങനെ അതിൻ്റെയൊക്കെ ചരിത്രം വേറെ. അങ്ങനെ സംഭവിച്ച ശേഷവും ആ ത്യാഗം പറയുന്നതൊക്കെ വെറുതെ പറയാനൊന്നും ഒരു കഥയില്ല. ത്യാഗം ചെയ്തൊന്നുമല്ല. അങ്ങനെ ആവാൻ ഉള്ള സാഹചര്യം അമേരിക്ക ഇടപെട്ട് തന്നെ ഒഴിവാക്കിയതാണ്. അതിന് ഇടപെട്ടത് ആരാണെന്ന് വരെ ഞാൻ തൽക്കാലം പറയുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരുന്ന് വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരാളുമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അതോടെ നിൽക്കട്ടെ. അങ്ങനെ ആയി കഴിഞ്ഞിട്ടോ, UPA വന്നു കഴിഞ്ഞിട്ടോ അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരും കുസ്തി പിടിച്ചു, ചൈനയുടെ താല്പര്യത്തിന് വേണ്ടി അവരും കുസ്തി പിടിച്ചു. അങ്ങനെയാണല്ലോ UPA ഒന്നാം സർക്കാരിൻ്റെ അവസാന കാലമായപ്പം അമേരിക്കയുമായിട്ടുള്ള കരാറ് ഒപ്പിടുന്നത് വൈകിപ്പിക്കാൻ വേണ്ടി സോണിയയും പാടുപെട്ടു. ഈ കരാറില്ലെങ്കിൽ ഞാനില്ല എന്ന് മൻമോഹൻ സിംഗും പറഞ്ഞു. അങ്ങനെ ആ ഗവൺമെന്റ് ഇടതുപക്ഷം പിൻവലിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എത്രയൊക്കെ പരിശ്രമിച്ചാലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ഈ ബന്ധമൊന്നും ശാശ്വതമായി നിൽക്കാൻ പോകുന്നില്ല. അതിനൊക്കെ അപ്പുറമായിട്ട് ക്രൈസ്തവ സഭയുടെ പരമാധികാരമുള്ള ആ വിശുദ്ധനായ വ്യക്തി റോമിലെ പോപ്പ് ഒരിക്കലും ഒരാൾ വരണമെന്ന് പറഞ്ഞാൽ വരണ്ടെന്ന് പറയാനൊന്നും പോകുന്നില്ല. KV തോമസിൻ്റെ സ്വാധീനവുമുണ്ട്. KV തോമസിന് ലക്ഷങ്ങൾ കൊടുത്തിട്ട് KV തോമസിനെ കൊണ്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെ, ഒരു ഇൻവിറ്റേഷൻ, ഒരു ക്ഷണനം ചോദിച്ച് വാങ്ങിച്ച് അതുകൊണ്ട് അങ്ങോട്ട് പോവുക എന്ന് പറയുമ്പം ഒരുപക്ഷെ സോണിയാഗാന്ധിയെ കൂടെ എതിർക്കുന്നതിനുള്ള ഒരു അനുവാദം അന്വേഷിച്ചിട്ടാണോ ഈ പോകുന്നതെന്ന് അറിയില്ല. കാരണം ഇന്ന് പിണറായി വിജയന് വരാൻ പോകുന്ന 2026 ഇലക്ഷന് ഏറ്റവും പ്രധാനമായി ശത്രുപക്ഷത്ത് നിൽക്കുന്നത് സോണിയയും രാഹുലും പ്രിയങ്കയുമാണ്. അവരോടൊപ്പം നിൽക്കുന്ന മതവർഗീയ ശക്തികൾ മറ്റെല്ലാം മറന്ന് മുസ്ലിം ലീഗിൻ്റെ വർഗീയതയെ ഉള്ള അവർക്കുള്ള ഭയം കൂടി മാറ്റിവെച്ചിട്ട് അവരൊന്നിച്ചു നിന്ന്, ഞാൻ ആവർത്തിക്കുന്നു, മുസ്ലിം വർഗീയതയെ ഉയർത്തുന്ന ഭീഷണിയെ മറന്നിട്ട് സോണിയയുടെയും രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും കൂടെ നിൽക്കുന്ന വർഗീയ രാഷ്ട്രീയ ശക്തികൾ UDF-ലെ വലതു വർഗീയ മുന്നണിക്കൊപ്പം തന്നെ നിൽക്കുകയാണെങ്കിൽ പിണറായി വിജയൻ്റെ മൂന്നാം സർക്കാർ എന്നുള്ള മോഹം തകർന്ന് തരിപ്പണമാകും. അതിനെന്തെങ്കിലും ഒരു പഴുതുണ്ടോ എന്ന് നോക്കി ആരെയെങ്കിലുമൊക്കെ പറ്റിക്കാൻ പറ്റുമോ എന്ന് കരുതിയുള്ളൊരു പോക്കാണ് അദ്ദേഹം പോകുന്നത്. അത് നടക്കട്ടെ. അവിടെ ചെല്ലുമ്പം സ്വാഭാവികമായി നമുക്ക് പറയാനുള്ളത്, ഇദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് ഇദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഇദ്ദേഹത്തോട് പൊറുക്കണമേ. ഇദ്ദേഹത്തെ പോലുള്ളവരിൽ നിന്ന് യഥാർത്ഥ മതനിരപേക്ഷ ചിന്തയുള്ളവരെ ദൈവം രക്ഷിക്കട്ടെ എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. അതിനപ്പുറം ഈ യാത്രയ്ക്കകത്ത് കഥയില്ല, കാര്യവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.